ഹായ്. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് ക്രോഷ്യ പഠിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ക്രോഷ്യ ബിഗിനർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ അത് എത്രത്തോളം എനിക്ക് യൂസ്ഫുള്ളായി എന്നുള്ളതുമാണ് ഞാൻ അതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് കീ ചെയിനുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ക്രോഷ്യ സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയ യാൺസാണ് ഇതിലുണ്ടായിരുന്നത്. പല നിറത്തിലുള്ള യാൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് 4 കീ ചെയിനുകളാണ് ഇതിൽ ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പറ്റിയ യാൺസാണ് ഇതിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ കീ ചെയിനുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു മാനുവലും ഇതിനകത്തുണ്ടായിരുന്നു. പിന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ഹുക്കാണ്. ഈ ഹുക്കിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 1 mm മറ്റേ സൈഡ് 2 mm ആണ് കേട്ടോ. പിന്നുള്ള ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് 2.5 mm ഹുക്കാണ്. അപ്പോൾ ഇനീഷ്യലി ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും ഈ 2.5 mm ഹുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കൂടുതലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ 2.5 mm ഹുക്ക് കൊണ്ട് തന്നെയാണ് ഒരുവിധം ഞാൻ എല്ലാ ക്രോഷ്യ മാറ്റുകളും, അപ്പോൾ ഇനീഷ്യലി ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ മാറ്റുകളും അതുകൊണ്ട് തന്നെ ചെയ്തത്. പിന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതായിരുന്നു, കീ ചെയിൻ്റെ സെറ്റാണ്. ഇതൊന്നിനും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അമിഗുരുമി ടോയ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സേഫ്റ്റി ഐസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിൽ എവിടെ വെച്ച് കാണാനില്ല. പിന്നെ ഉള്ളതാണ് ഡാണി നീഡിൽ. അപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡാണി നീഡിൽ ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് സ്റ്റിച്ച് മാർക്കർ പല കളേഴ്സിൽ ഉണ്ടായിരുന്നു. ബ്ലൂ ആയിരുന്നു തോന്നുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ വേറെ ക്രോഷ്യ സെറ്റിനകത്തുള്ളതാണ്. പിന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ മാനുവൽ, ഒരു യൂസ്ഫുള്ളും ആവാത്തൊരു മാനുവലാണ് കേട്ടത്. ഇതിനകത്ത് കുറേ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്കൊന്നുമല്ല. നമുക്ക് കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മനസ്സിലാവുന്നു മാത്രം. അപ്പോൾ ഞാൻ അധികവും യൂട്യൂബ് ട്യൂട്ടോറിയലൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഈ 4 കീ ചെയിനാട്ടോ അതിലുണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഞാൻ ആകെ ഇതിൽ ഫസ്റ്റത്തെ 3 പിന്നെ ഒരു സ്റ്റാറും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിനുള്ള പാറ്റേൺസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എന്നതാണ് സത്യം. ഞാൻ അതന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഈ കീ ചെയിനുകളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു പഞ്ഞിയും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വാങ്ങിയിട്ട് 2-3 മാസമായി. അപ്പോൾ അന്ന് 899 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ആ പ്രൈസിനുള്ള ഐറ്റംസ് ഇതിലില്ല. പിന്നെ അതുമല്ല, നിങ്ങൾ ഇതുകൊണ്ട് ഈ ക്രോഷ്യ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ കിറ്റുകൾ വാങ്ങാതിരിക്കുകയാണ് നല്ലത്. ഹുക്കും യാണൊക്കെ സെപ്പറേറ്റ് വാങ്ങുമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ക്രോഷ്യ സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി നാളെ ഞാൻ ഇടാം കേട്ടോ.